ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷിംല അൻസസ് വ്ലോഗ്. അപ്പോൾ ഇന്ന് ഒരു ഹാപ്പി ഡേ ആണ് കേട്ടോ. രാവിലെ എണീറ്റ് ഓട്ടപ്പാച്ചിലായിരുന്നു. 9 മണിയായിട്ടുള്ളൂ. പിള്ളേരെ സ്കൂളിൽ വിട്ടു, വാപ്പാക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആകെപ്പാടൊരു ജഗപൊക ബഹളത്തിൽ ഞാൻ ദേ റെഡിയായി. ഇവിടെ പോകാമെന്ന് വെച്ചാൽ ഇന്ന് കല്യാണ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നേരെ ഇവിടെ നിന്ന് ചടയമംഗലം ആയൂർ പോകണം. അവിടെ നിന്ന് നമ്മുടെ കല്യാണ പെണ്ണിനെയും കൂട്ടിയിട്ട് നേരെ കൊല്ലത്തോട്ട് പോവാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് ഏത് കടയാ കാര്യങ്ങളാണെന്നൊക്കെ തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഒരു കടയൊക്കെ ഇങ്ങനെ മനസ്സിലുണ്ട്. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ ഇന്നൊരു ഫുൾ ബിസി ഡേ ആയിരിക്കും. അപ്പോൾ നമുക്ക് പോവാം. അവർ വീട്ടമ്മയും അനിയനും അനിയത്തിയും വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചു. അവരിപ്പോൾ വരും. ഞാൻ മുകളിലോട്ട് കയറി നിൽക്കാം. ഇനി ഇങ്ങ് ഇറക്കണ്ട, വണ്ടി ഇറക്കിയാലും പാടാണ്. അപ്പം ഞാൻ പതുക്കെ മുകളിലോട്ട് കയറി നിൽക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോയാലോ. രാവിലെ ഓട്ടത്തിൻ്റെ ഇടയിലൊന്നും കഴിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ 1-2 നട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചു. ഒരു പഴവും എടുത്ത് കഴിച്ചു. ഇനി പോവാം. അപ്പോൾ ദേ അവരെത്തിയിട്ടുണ്ട്. നമ്മൾ പതിയെ പോവാണ് കേട്ടോ. ഇവിടെ എൻ്റെ വീട്ടിൻ്റെ അവിടെ വന്ന് കുറച്ചൊരു ഷോർട്ട് കട്ട് വഴിയുണ്ട് പള്ളിക്കൽ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നേരെ പോയി നമ്മൾ ഷൈബായും വിളിച്ച് അവളുടെ ഉമ്മായും ഉണ്ടാവും കേട്ടോ. അവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് നേരെ കൊല്ലത്തേക്ക്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ചുറ്റിലാണ് നമ്മൾ പോകുന്നത്. കറക്റ്റ് പറഞ്ഞാൽ കല്ലമ്പലത്തുനിന്ന് നമുക്ക് കൊല്ലത്ത് പോകാൻ ഭയങ്കര ഈസിയാണ്. ഒറ്റ റോഡാണ്, എളുപ്പമാണ്. തിരുവനന്തപുരത്തിനെക്കാട്ടി നമുക്ക് കൊല്ലത്തോട്ട് പോകാനാണ് കേട്ടോ എളുപ്പം. തിരുവനന്തപുരം ജില്ലയാണെങ്കിലും നമ്മൾ കൊല്ലത്തോടടുത്താണ് വരുന്നത്. അപ്പോൾ ഇതുവഴി കറങ്ങി ചുറ്റി പോകുമ്പം അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതായത് നമ്മൾ നേരെ ചടയമംഗലം അഞ്ചൽ പോയിട്ട് അവിടെ നിന്നാണ് പിന്നെ കൊല്ലത്തോട്ട് പോകുന്നത്. തിരിച്ചു വരുമ്പോഴും സെയിം അവളവിടെ ആക്കിയിട്ട് ആണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ കുറച്ച് കവിതയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിങ്ങനെ പോവാണ് കേട്ടോ. എന്തെടുക്കണം ഏതെടുക്കണമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഐഡിയ ഒന്നുമില്ല. അവിടെ ചെന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ പോകുന്നത്. എന്തായാലും പൊന്നൂനും എനിക്കും സാരി മതിയെന്ന് ആദ്യമേ നമ്മൾ കുറേ നാളുകൾക്ക് മുമ്പേ തീരുമാനിച്ചാണ് കേട്ടോ. സാരി ഉടുത്ത് ഒരു പരിചയമില്ല, അങ്ങനെ സാരിയൊന്നും ഉടുത്തുകൊണ്ട് പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ ഈ കല്യാണത്തിന് എന്തായാലും സാരി ഉടുക്കാമെന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അവളൊരു ഡയറി മിൽക്ക് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഒരെണ്ണം ഇല്ല, കുറച്ച് പീസ്. ബാക്കിയെല്ലാം തിന്നിട്ട് വളരെ കുറച്ച് സംഭവം മാത്രമാണ് കൊണ്ടുവന്നത്. അതിലും എനിക്കൊരു കുഞ്ഞു പീസ് തന്നു കേട്ടോ. പിന്നെ ഞാൻ അടി ഉണ്ടാക്കിയിട്ട് ഒരു പീസും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ ഒത്തിരി ചോക്ലേറ്റ്സ് കഴിക്കുന്നതിനോട് താല്പര്യമില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നും കേട്ടോ കഴിക്കണമെന്ന്. പക്ഷേ ഡയറി മിൽക്കൊക്കെ ഒരു ഇതെടുക്കുമ്പോൾ തന്നെ മടുക്കും, ഒരു ചിലുക്കും എന്ന് പറയില്ലേ, അങ്ങനെ കേട്ടോ ആ ഒരു സംഭവം. പിന്നെ എന്താണ്, നമ്മളിതൊക്കെ കഴിച്ച് കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അത്യാവശ്യം ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ചൽ എത്തി, അവരെ പിക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ ആ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴേ നമ്മളെല്ലാ വീഡിയോസും എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒത്തിരി വീഡിയോസ് എടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള വഴി ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അത്യാവശ്യം തിരക്കൊന്നും ഇല്ലാത്ത റോഡ്, അതായത് നല്ല റോഡ് കേട്ടോ. കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുറേ നേരം ഇരുന്നിട്ട് എനിക്ക് ആകെ ഭ്രാന്തായിട്ടുണ്ടായിരുന്നു. തലവേദനയൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുക്കലെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, രാവിലെ തുടങ്ങിയാൽ ഇനി പാതിരാത്രി ആവും വരാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോഴേ ചെറിയ ക്ഷീണവും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും യാത്ര ചെയ്തിട്ടാട്ടോ. രാവിലെ അത്യാവശ്യം ഓട്ടം പാച്ചിലൊക്കെ കഴിഞ്ഞാണല്ലോ ഇറങ്ങിയത്, അതിൻ്റെ ഒരു ഇതായിരിക്കും. അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ വെഡ്ഡിങ് കളക്ഷൻസ് കണ്ടോ, ലെഹങ്കയുടെ. നമുക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അടിപൊളിയെന്ന് തോന്നും കേട്ടോ. പക്ഷേ ഓരോന്ന് എടുക്കുമ്പോൾ എനിക്ക് ഇത് വേണ്ട അത് മതി അങ്ങനെയും ഫീൽ ഉണ്ടാവുമേ. അപ്പോൾ കുഴപ്പമില്ല, നല്ല അത്യാവശ്യം നമുക്ക് പറ്റുന്ന ബഡ്ജറ്റിലുള്ള അത്യാവശ്യം മോഡലുള്ള വർക്കും ഇതിലൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കിട്ടിയില്ലല്ലോ, ഇതിഷ്ടമായില്ല അതിഷ്ടമായില്ല അങ്ങനെ പറയേണ്ടി വന്നിട്ടില്ല. എല്ലാ വർക്കുകളും കാര്യങ്ങളും കളേഴ്സും ഒക്കെ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ ഇച്ചിരി പാട് കളറായിരുന്നു കേട്ടോ, ഏത് കളറാണ് ചേരുന്നതെന്നൊക്കെ. ഈ ഒരു റെഡ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് റെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പക്ഷെ എന്തായാലും റെഡ് എടുക്കത്തില്ല, കാരണം കല്യാണ പെണ്ണ് റെഡ് ഇഷ്ടമില്ല ഒന്നാമത്തെ കാര്യം. പിന്നെ പൊന്നൂൻ്റെ കല്യാണത്തിന് റെഡായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമേ റെഡ് അങ്ങ് മാറ്റി വെച്ചു. പക്ഷെ അവർ പറയുന്നുണ്ടായിരുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഉമ്മച്ചിക്ക് ആ മുന്തിരി കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു. കാണുമ്പോൾ എല്ലാം നമുക്ക് ആഹാന്ന് തോന്നും കേട്ടോ. പിന്നെ ഷൈബയുടെ ഫേവറേറ്റ് കളറാണ് ഗ്രീനും ബ്ലൂവും. അവൾ ഏത് ഡ്രസ്സിൽ ചെന്നാലും ഗ്രീനും ബ്ലൂവും ഇങ്ങനെ പിടിക്കും കേട്ടോ. ഇതെടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഗ്രീൻ കാണാനൊക്കെ അടിപൊളിയല്ലേ, നല്ല രസമുണ്ട് കേട്ടോ. അതൊരു വെൽവെറ്റ് വർക്കും കാര്യങ്ങളൊക്കെയാണ് വന്നത്.
ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ ഏതാണ് എടുത്തതെന്നൊക്കെ ഉള്ളത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രീനും ബ്ലൂ. അവൾക്കൊരു തോന്നലുണ്ട് അവൾക്ക് ഏറ്റവും നന്നായിട്ട് ചേരുന്നത് ഈ കളേഴ്സാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ വളയിടിയിലിനും അവളൊരു ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ ഇട്ട് വന്നത്. മാഷാഅല്ലാഹ് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിങ്ങനെ എടുത്ത് നോക്കി നമുക്ക് ഇഷ്ടപ്പെടുന്നത് അവരിങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ, ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ആദ്യം ഗ്രീൻ തന്നെയാണ് ട്രൈ ചെയ്തത്. ഇങ്ങനെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ക്യാമറയുടെ ഗുണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ക്ലാരിറ്റി ഇല്ലാണ്ട് കാണുന്നത്. നേരിട്ട് കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റോൺ വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ടായിരുന്നു, ഒരു ഹെവി വർക്ക്. അത് കഴിഞ്ഞിട്ട് ദേ ഈ ഒരു റെഡാണ് ട്രൈ ചെയ്ത് നോക്കിയത്. റെഡ് അറിയാമല്ലോ, ആസ് യൂഷ്വൽ എല്ലാവർക്കും ചേരുന്ന നല്ലൊരു കളറാണ്. പക്ഷെ നമ്മളത് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഒരു റാണി പിങ്ക് പോലത്തെ ഒരു കളറ് ഒക്കെ നോക്കി. അതേ ഈ ഒരു പീകോക്ക് ബ്ലൂ ഉണ്ടോ, ഇതിൻ്റെ അകത്ത് നല്ല സിൽവർ വർക്കും കാര്യങ്ങളുമാണ് കേട്ടോ വന്നേക്കുന്നത്. ഇത് നല്ലൊരു അടിപൊളി ഡ്രസ്സായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും നന്നായിട്ട് തോന്നിയിട്ടുള്ളൊരു കളറും കൂടിയാണ്. അങ്ങനെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ട്രൈ ചെയ്ത് നോക്കി. ഭയങ്കര കൺഫ്യൂഷൻ ആവും കേട്ടോ നമുക്കിതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ, അയ്യോ ഇതാണോ ചേരുന്നത് അതാണോ ചേരുന്നതെന്നൊക്കെ ഉള്ളൊരു കാര്യം. പിന്നെ ഇന്ന കളർ എടുക്കണം എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്കത് കറക്റ്റ് കിട്ടത്തൊന്നുമില്ല. അതായത് എന്താണ്, നമ്മൾ സെലക്ട് ചെയ്ത് പോകുന്ന കളറ് സെയിം തന്നെ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ അതിൽ വരുന്ന മോഡൽസ് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാതെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സും നമ്മളിങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോന്നിങ്ങനെ വെച്ച് നോക്കുമ്പോഴും അയ്യോ ഇത് കൊള്ളാമല്ലോ, ഇത് ചേരുന്നല്ലോ എന്നൊക്കെ തോന്നും കേട്ടോ. പിന്നെ ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നതാണ് റെഡ് എടുക്കുന്നില്ല എന്ന്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ്. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഏതിൽ ചെന്നാലും റെഡിലോട്ട് പോകും. അതുകൊണ്ട് ഇത്തവണ അത് എടുക്കില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം കോട്ട് ട്രൈ ചെയ്യണമല്ലോ. അങ്ങനെ അവിടെ അത് സെലക്ട് ചെയ്തിട്ട് പിന്നെ കോട്ടിൻ്റെ സെക്ഷനിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ കോട്ടൊന്ന് നോക്കാമെന്ന് വിചാരിച്ച് ആദ്യം നമ്മൾ റെൻ്റൽ എടുക്കാമെന്ന് കേട്ടോ വിചാരിച്ച്. ഈ കോട്ടൊന്നും പിന്നീട് യൂസ് ചെയ്യത്തില്ലല്ലോ. പിന്നെ അവർ പറഞ്ഞു റേറ്റൊന്നും വരത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ റെൻ്റലിൻ്റെയൊക്കെ റേറ്റിൽ തന്നെ കോട്ടും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കോട്ടുമൊക്കെ അവിടെ ഇട്ട് നോക്കുന്നുണ്ട്. പിന്നെ എന്താണ്, കോട്ട് മാത്രമാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. ആ ഒരു ജുബ്ബ മോഡൽ പിന്നെ ഷെർവാണി ടൈപ്പ് അതൊന്നും നോക്കിയില്ല കേട്ടോ. കോട്ട് മതിയെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1-2 കോട്ടൊക്കെ അവനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ നമ്മൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷൈബാക്ക് തന്നെ തലേ ദിവസമല്ലല്ലോ, മറുവീടിനും റിസപ്ഷനും ഒക്കെ ഇടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, നമുക്ക് സാരിയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയമൊക്കെ ഇപ്പോൾ നല്ല ടയേർഡായി കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-2:30-3 മണിയാവാറായപ്പോഴത്തേക്കും എല്ലാവരും ആകെ തളർന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാലുകഴപ്പും തലവേദനയും വിശപ്പും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഇക്കായും കൂടി കൊല്ലത്ത് പോകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുന്നതാണ് തറവാട് ഹോട്ടൽ. അപ്പോൾ അതിനകത്ത് തന്നെ മാർക്കറ്റിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ഫുഡ് എന്ന് വെച്ചാൽ ചട്ടിച്ചോറാണ്. നമുക്ക് റേറ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ടേസ്റ്റ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ല ഫുഡാണ് കേട്ടോ ചട്ടിച്ചോറ്. അപ്പോൾ ഇത് എനിക്ക് ഇവിടെ ഉള്ള ഒരാൾ തന്നെ പറഞ്ഞു തന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കൽ പോയി കഴിച്ചതാണ്. മാഷാഅല്ലാഹ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം വാങ്ങിച്ചാൽ നമുക്ക് 2 പേർക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ 2 ചട്ടിച്ചോറും 1 മീൽസുമാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കും ബിരിയാണി കഴിക്കുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഷൈബാടെ ഉമ്മായും ബിരിയാണി കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. ചട്ടിച്ചോറ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. മാഷാഅല്ലാഹ് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഉഗ്രൻ ഫുഡായിരുന്നു. എൻ്റെ ഉമ്മായൊക്കെ ഹോട്ടൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആളല്ല കേട്ടോ. എവിടെ ഹോട്ടൽ പോയാലും ഉമ്മച്ചിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഉമ്മച്ചി നല്ല ആസ്വദിച്ച് ഫുഡ് കഴിച്ചു. കുറേ തവണ പറയുകയും ചെയ്തു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ള കാര്യം. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം ഞാനും പൊന്നും കൂടെ കഷ്ടപ്പെട്ട് ഒരു ചട്ടിയിൽ നിന്നൊക്കെ കഴിക്കാൻ നോക്കി. പിന്നെ അത് നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റി കേട്ടോ. കുറച്ച് പ്ലേറ്റിലോട്ട് എടുത്ത് കഴിച്ചു. അപ്പോൾ നല്ല പോലെ നമുക്ക് കഴിക്കാം. അതായത് നമ്മൾ കുറച്ച് ചോറേ കഴിക്കുകയുള്ളൂ. പിന്നെ കറികളും കാര്യങ്ങളും എല്ലാം കൂടി ആകുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വയറൊന്ന് വീക്കാനുള്ള ചോറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഷെയർ ഇട്ട് അങ്ങനെ കഴിച്ചു. മാഷാഅല്ലാഹ് പറയാതിരിക്കാൻ പറ്റില്ല, നല്ല ഫുഡായിരുന്നു. ഒരു ചെറിയ പ്രശ്നം തോന്നിയത് 3 മണിയെങ്ങാനും ആയി നമ്മളവിടെ വന്നപ്പോൾ. അതിൻ്റേതായൊരു ചൂട് കുറവുണ്ടായിരുന്നു. ഭയങ്കര ഒരു ചൂടില്ല, എന്നാൽ തണുത്ത് പോയി എന്ന് പറയാനില്ല, എന്നാലും ഒരു ചെറിയ ചൂട് കൂടി ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെന്ന് നമുക്ക് തോന്നില്ലേ, അതുപോലെ കേട്ടോ. അപ്പോൾ ചട്ടിയിൽ
രണ്ടുപേരും കൂടെ കഴിച്ച് വട്ടായപ്പോഴത്തേക്കും പതിയെ മാറ്റിയിട്ട് ഒരാൾ ചട്ടിയിലും ഒരാൾ പ്ലേറ്റിലും ആക്കി മാറ്റിയിട്ടോ. അപ്പോൾ നല്ല കറികളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഷൈബായും കൂടി മീൽസ് വാങ്ങിച്ചിട്ട് അവരങ്ങനെ അത് കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല, നമ്മളെല്ലാവരും കൂടി കറിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു കേട്ടോ. അതിൻ്റെ അകത്ത് കണവ അതുപോലെ തന്നെ കക്ക വെച്ചിട്ട് 2 രീതിയിൽ വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെന്താണ് ചിക്കൻ്റെ പീസ്, മുട്ട വറുത്തത്, പിന്നെന്താ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു കേട്ടോ. മാഷാ അല്ലാ, എന്തായാലും വയറ് നിറച്ച് കഴിച്ചു എന്ന് വേണം പറയാൻ. ഫുഡൊക്കെ കഴിച്ച് നേരെ തിരിച്ചു വന്ന് വീണ്ടും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കും പൊന്നൂനും മക്കൾക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. ഒരുവിധം പർച്ചേസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ബില്ലൊക്കെ കൊടുത്ത് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് 6:30-7 മണിയായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ നമ്മൾ വന്ന റൂട്ട് തിരിച്ചു പോയി ഷൈബായ വീട്ടിലാക്കണം, എന്നിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നെന്തായാലും 9 മണിയൊക്കെ കഴിയും നമ്മുടെ പരിപാടിയൊക്കെ തീരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഇനി നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇതിൽ 1-2 ഐറ്റംസൊക്കെ മാറ്റേണ്ടി വരും കേട്ടോ. കാരണം ഇക്കാക്കും നാസിക്കും മക്കൾക്കും ഒക്കെ ഉള്ളത് അവരിവിടെ കൂടെ വന്നില്ലല്ലോ. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി വരേണ്ടി വരും, ഇല്ലെങ്കിലും ഒരു തവണ കൂടി വരേണ്ടി വരും കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇനിയും വാങ്ങിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.